ലൊക്കേഷൻ അതിമനോഹരമാണ്. സ്ട്രക്ചറലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. മാത്രമല്ല നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ്. ആർക്കെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർടെക്കിനെ സമീപിക്കാവുന്നതാണ്. അവരുടെ ഗ്രോത്ത് കേരളം മൊത്തത്തിൽ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ജയകുമാർ. ഞാൻ ആർടെക്കിൻ്റെ ഇൻസ്പയർ എന്ന് പറയുന്ന ബ്ലോക്ക് ലാക്കുളത്ത് താമസിക്കാൻ വേണ്ടി അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ താക്കോൽ വാങ്ങി. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വൈഫ് ഡോക്ടർ രാധിക, എൻ്റെ മൂത്ത മകൻ ഡോക്ടർ JR പത്മനാഭൻ ആളുകളോട് ഒന്നാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അശോകിൻ്റെ കയ്യിൽ നിന്ന് ശ്രീമതി കൃഷ്ണയുടെ സാന്നിധ്യത്തിൽ വാങ്ങിയത്. ഈ ആർടെക്കിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം, ഞാൻ ശരിക്കും ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് വേണം ഒരു അപ്പാർട്ട്മെൻറ്റ് വേണമെന്നുള്ള ഉദ്ദേശത്തിലിരിക്കുമ്പോൾ എൻ്റെ ബ്രദേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട്, പുള്ളി DYSP ആണ്. പുള്ളിയാണ് പറഞ്ഞത് ആർടെക്കിൽ വേണ്ടൊന്ന് ആലോചിച്ചുകൂടെ. അപ്പോൾ എനിക്ക് അതുവരെ ഞാൻ കേട്ടിട്ടുണ്ട് ആർടെക്കിനെ കുറിച്ച് വളരെയേറെ. എങ്കിലും ഞാൻ പെട്ടെന്ന് എൻ്റെ മുന്നിലോട്ടൊന്ന് വന്നത് ബ്രദറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. ഞാനും ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അശോക്, അദ്ദേഹവും ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ വളരെയേറെ മാനസികമായിട്ട് എടുക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനെ വളരെ നല്ല സപ്പോർട്ടോടുകൂടി നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു മാനേജിംഗ് ഡയറക്ടറോടും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളും. അതിൽ കൂടുതലും നമ്മളെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഡയറക്ഷൻ തരികയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തത് ഇവിടുത്തെ മാനേജറിയൽ സ്റ്റാഫിൽ ഒരാളായ ശ്രീമതി കൃഷ്ണപ്രിയ. പിന്നെ ഞാനൊരു സിവിൽ എഞ്ചിനീയർ കൂടി ആയതുകൊണ്ട് കൂടെ ഞാൻ പോകുന്ന വഴിക്ക് അവരെ ആരെയും അറിയിക്കാതെ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ കയറി കാണുകയും സ്ട്രക്ചറലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. മാത്രമല്ല നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ്. ലൊക്കേഷൻ അതിമനോഹരമാണ്. കൺസ്ട്രക്ഷനിലും യാതൊരു വിധമായിട്ടുള്ള ഡിലേയും വന്നിട്ടില്ല. എനിവേ ആർടെക്കിൻ്റെ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ വേറെയും ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്തു. കൺസ്ട്രക്ഷൻ്റെ ആ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും അവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലബിൻ്റെ ആക്ടിവിറ്റീസ് ആയാലും പിന്നെ മറ്റ് പ്ലേ ഗ്രൗണ്ട് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമുക്കൊരു ഫാമിലിയായിട്ട് കഴിയാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർടെക്കിനെ സമീപിക്കാവുന്നതാണ്. അവരുടെ ഗ്രോത്ത് കേരളം മൊത്തത്തിൽ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലത്തുണ്ട്, എറണാകുളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിവേ തൃശ്ശൂരുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ബേസോടുകൂടി നല്ല രീതിയിലുള്ള കെട്ടുറപ്പുള്ളൊരു മാനേജ്മെൻറ്റും ആളുകൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള സമീപനവും, നമുക്കെന്ത് സംശയമുണ്ട് ഫ്ലാറ്റിനെ കുറിച്ചെന്ന് വെച്ചാലും അത് തീർക്കുകയും ദൂരീകരിക്കുകയും മാത്രമല്ല ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ ഒരു വർഷം ഇവരുടെ തന്നെ കൺട്രോളിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ സൗകര്യപ്രകാരം എന്താണെന്നുള്ളത് ചർച്ച ചെയ്ത് വേണ്ട രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു സന്ദർഭമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആർടെക്കുമായിട്ട് ഇടപെട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഫാമിലിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനമാണ് ആർടെക്ക്. അവരുടെ അപ്പാർട്ട്മെൻറ്റെല്ലാം ക്വാളിറ്റി ബേസാണ്. മാത്രവുമല്ല അവിടുത്തെ സ്റ്റാഫുകൾ ഏത് സമയത്തും എന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചാലും അങ്ങേയറ്റം കോപ്പറേറ്റീവാണ്. അതുകൊണ്ട് എല്ലാ ആളുകളെയും ആർക്കെങ്കിലും അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ സമീപിക്കാവുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ആർടെക്ക്. താങ്ക് യു വെരി മച്ച്.